മലപ്പുറം MSP സ്കൂളിലെ കുട്ടികൾ ഇന്ന് രാവിലെ വൻ പ്രതിഷേധമായിരുന്നു സ്കൂളിന് മുന്നിൽ. വിഷയം, ആ സ്കൂളിലൊരു ടീച്ചർ കാറ് സ്കൂളിൻ്റെ അകത്തേക്ക് ഗേറ്റ് കടന്ന് കയറ്റുന്ന സമയത്ത് ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുന്നൊരു പെൺകുട്ടിയാണ്. കൺട്രോൾ പോയി ആ കുട്ടിയെ ഇടിച്ച് സൈഡിലൊരു ഭിത്തി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. മലപ്പുറം MSP സ്കൂളിൻ്റെ അകത്ത് പോയവർക്ക് അറിയാം. അതിങ്ങനെ എന്താ പറയുക, ഒരു ഹാൻഡ് റെയിലും അല്ല, ഇന്നാ വാളും അല്ല, ഇങ്ങനത്തെ ഒരു സാധനമാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗാർഡൻ സാധനങ്ങളൊക്കെ വെക്കാൻ പാകത്തിലുള്ളൊരു സെറ്റപ്പ്. അതിനോട് കൂട്ടിയ കുട്ടിയെ കാറ് കൊണ്ടുപോയി ഇടിച്ച് നിർത്തി. കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പരിക്ക് പറ്റി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിച്ചത്. എന്നാൽ സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് ഈ ടീച്ചർ ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ അപകടം പറ്റിയ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ഫെർദറായിട്ട് മുന്നോട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടായത്. സോ ആ ഒരു കാര്യത്തിൽ ഇന്ന് അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് വൻ പ്രതിഷേധമായിരുന്നു. നല്ല മഴയായിരുന്നു രാവിലെ. സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒന്നിച്ചു കൂടി മുദ്രാവാക്യം വിളിച്ച് അവരുടെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. മീഡിയ കവർ ചെയ്ത സമയത്ത് കുട്ടികൾ മീഡിയയോട് സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞങ്ങളവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാനോ പെട്ടെന്ന് അതിന് വന്നുകൊണ്ട് വണ്ടി കൊണ്ടുപോയത്. നമുക്ക് ഇപ്പോൾ ഒന്ന് കണ്ണടിച്ച് ഓർക്കുമ്പോൾ മുമ്പ് ഓളെ വണ്ടി കൊണ്ടുപോയി. നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളപ്പോൾ ഷോക്കായി ഇങ്ങനെ നിൽക്കുന്ന സമയമല്ലേ. പിന്നെ എല്ലാവരും പാടി വന്നുകാണ്ട് ഓളെ എടുത്ത് കൊണ്ടുപോയി അവിടെ ബെഞ്ചുമ്മ കടത്തി. പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വൈകിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് കാലുമക്ക് മതിൽ വീണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ അത് വലിയ ഇതാക്കിയിട്ടില്ല. പിന്നെ ഇന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ യൂണിഫോം ഇട്ടുകാണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് എന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേ, അതായത് ആ വാർഡിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് പുറത്ത് നിർത്തിക്കാനും. അതിനുണ്ട് ഇവിടുന്ന് 3 കുട്ടികളെ ഓട്ടോറിക്ഷ പിടിച്ചാണ്ട് വന്നിരുന്നു അങ്ങോട്ട്. അപ്പോൾ ഇവർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് വണ്ടി ഇടിച്ചതാണെന്ന് പറയരുതെന്ന് പറഞ്ഞല്ലേ? അങ്ങനെയല്ല, പറയാൻ സമ്മതിക്കണില്ല. അപ്പത്തിന് അവർ പറയും ഇത് ഹോസ്പിറ്റലിലോട് ഇടും. പിന്നെ എക്സ് എടുക്കാൻ തന്നെ കുറേ നേരം വൈകിട്ടാണ് അവർ എടുത്തത്. പിന്നെ ഈ ഇടിച്ച ടീച്ചറൊരു അനിയുണ്ട്, ഡോക്ടർ. അതാണ് അവിടെയാണ് ഒരു സ്കോർ ചെയ്തത്. അവിടെ ടീച്ചറിന്റെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറിനെ വെച്ച് ഒരു കളിച്ചതാണ്. കുട്ടികൾ എന്താണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അവരോടൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ഒപ്പമുള്ള കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. സ്കൂളിലെ ടീച്ചർമാരും ബാക്കി മാനേജ്മെൻറ്റും എല്ലാവരും കൂടിയിട്ട് ഇമാതിരി ഒരു ഉടായ്പ പണി കാണിക്കുമ്പോൾ കുട്ടികൾ തന്നെയാണ് അവിടെ പ്രതിഷേധം നടത്തേണ്ടത്. അതവർ കൃത്യമായിട്ട് അറിയിച്ചു. മീഡിയ വന്നു, നാട്ടുകാർ ഇടപെട്ടു. പിന്നെ ഇതിൻ്റെ ഫെർദർ മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനും ഇന്ന് സ്കൂളിൻ്റെ അവിടെ പോയപ്പോൾ, ഞാൻ പഠിച്ച സ്കൂളാണ്, ഞാനവിടെ മുന്നിൽ പോയ സമയത്ത് കുട്ടികളൊക്കെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. സ്റ്റാഫ് റൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വൻ രീതിയിലുള്ള കശപിശ കണ്ടു. മേ ബി മാനേജ്മെൻറ്റും PT ഒക്കെ ഇടപെട്ടിട്ട് കുട്ടിയുടെ ഫാമിലിനെ വിളിച്ച് വരുത്തിയിട്ട് എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി നോക്കുന്നതായിരിക്കണം. കാരണം അത്രയും മീഡിയ ഒക്കെ അറിഞ്ഞ് ആകെ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെങ്കിലും ആ കുട്ടിക്ക് സാരമായ പരിക്കുണ്ട്. സാരമായ പരിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഫ്രാക്ചർ ഉണ്ട്, സർജറി കഴിഞ്ഞു, ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ചിലവുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാരൻസ് കഴിഞ്ഞാൽ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് ടീച്ചേഴ്സിനാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മളൊക്കെ ജനിച്ച് കുറച്ച് വർഷം പാരൻസിൻ്റെ ഒപ്പം, അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിൽ ടീച്ചേഴ്സിൻ്റെ കൂടെയാണ്. സോ അവർ നമുക്ക് പാരൻ്റാണ്. ഓക്കെ, ഇപ്പോൾ കാറ് സ്കൂളിൻ്റെ അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മഴയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വാഹനമാണ്, മനഃപൂർവ്വമായിരിക്കില്ല. പക്ഷെ കാർ ഇടിച്ചതിന് ശേഷം കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ദാറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. ടീച്ചേഴ്സിന് അതൊന്നും ഒട്ടും സംഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കളാണ്, നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് പാരൻസ് ഈ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, അത് മനഃപൂർവ്വം കരുതിക്കുട്ടി ചെയ്തതൊന്നുമല്ല, അബദ്ധം പറ്റിയതായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ കുട്ടിക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അബദ്ധം പറ്റിയത് പറ്റിയെന്ന് പറയണം. കയ്യിൽ നിന്ന് പറ്റിപ്പോയി, അത് മനസ്സിലാക്കാൻ കുട്ടികൾക്കും പറ്റും, പാരൻസിനും പറ്റും. പക്ഷെ അതിന് പകരം നിങ്ങളെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നിങ്ങളടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ആ ഹോസ്പിറ്റലിൽ ഈ ടീച്ചറിൻ്റെ ബ്രദർ ഉണ്ടെന്ന് പറയുന്നു, ഇത് കാറടിച്ചതല്ല, മതിൽ പൊട്ടിച്ചാടിയതാണ് കുട്ടീയുടെ മേത്ത് കൂടി എന്നൊക്കെ പറഞ്ഞ്, ആൻഡ് ഉണ്ടായ ഫ്രാക്ചർ അടക്കം അതിൻ്റെ എണ്ണം കുറച്ച് പറഞ്ഞ്, കുട്ടികളോട് യൂണിഫോം ഇട്ടതുകൊണ്ട് അവിടെ നിൽക്കരുതെന്ന് പറയുമ്പോൾ കുട്ടികൾ അറിയാതെ നിങ്ങൾ എന്തോ കവറപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഇതൊക്കെ ക്രിമിനൽ പരിപാടിയാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മക്കൾ ഇതേപോലെ റിയാക്ട് ചെയ്യും. മക്കൾ മാത്രമല്ല, മീഡിയ അടക്കം നാട്ടുകാരടക്കം എല്ലാവരും റിയാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ച സ്കൂളാണ്.
ഞാനവിടെ EMHSലായിരുന്നു, ഇത് HSS ആണ്. ബട്ട് സ്റ്റിൽ ഒരു കോമ്പൗണ്ടിലാണല്ല. അപ്പോൾ കുട്ടികൾ ഇതേപോലെ പ്രതിഷേധിക്കുമ്പോൾ ഇതിപ്പം ഇനി എന്താ സംഭവിക്കുക? നോർമലി ഭീഷണിപ്പെടുത്തും. പ്രതിഷേധത്തിന് ഇറങ്ങിയ കുട്ടികളെ ടീച്ചർമാർ ഭീഷണിപ്പെടുത്തും. കുട്ടികളെ ചില ടീച്ചേഴ്സ് എന്ത് ചെയ്യും, സോപ്പിട്ട് കുറച്ച് ആൾക്കാരെ അവരെ ഭാഗത്തും കുറച്ച് ആൾക്കാരെ പ്രതിഷേധിച്ച കുട്ടികളുമാക്കിയിട്ട്. ഇതൊക്കെ നമ്മൾ സ്കൂളിലോ കോളേജിലൊക്കെ അനുഭവിച്ചിട്ടില്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും, അവിടെ വേറെ 2 ഗ്യാങ് ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രതിഷേധിക്കുന്നവരെ അടക്കം മിണ്ടാതിരുത്തുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്യും. ചെയ്യാതിരിക്കുന്നുമില്ല. പിന്നെ അത് MSPൻ്റെ ഏരിയയിലും കൂടി ആയതുകൊണ്ട് അവരുടെ കൺട്രോളിലാണ് മൊത്തം കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ എന്താണെങ്കിലും ഇത്രയൊക്കെ അവർ ചെയ്തല്ലോ ഒപ്പമുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ട്. അത് ഭയങ്കര കാര്യമാണ്. ഇനിയും കേട്ടോ, ഈ വണ്ടി ഇടിച്ച ബീഗൻ ടീച്ചറിൻ്റെ ബ്രദർ അവിടെ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായി പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഇവള് മൈനറും ആണല്ലോ, ആ പ്രശ്നം വരുന്ന എഴുതിച്ച് ഇവൾ അവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉള്ള ഇവളെ ഏത് നിയമത്തിലാണുള്ളത്? ഹോസ്പിറ്റലിൽ യൂണിഫോം ഇട്ട് നിൽക്കാൻ പറ്റൂല എന്ന്, പോലീസ് സ്റ്റേഷനിൽ ഗേൾസിന് നിൽക്കാൻ പറ്റില്ല എന്നറിയാം, 6 മണിക്ക് ശേഷം. ഓക്കെ, ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല നീ എവിടെ പറയണത്? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടുന്ന് പറഞ്ഞേക്ക് അവർ ചെയ്തത്. പക്ഷെ ഞങ്ങൾ പോയില്ല. കാരണം പിന്നെ എൻ്റെ പാരൻസിനെ വിളിച്ചപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ ഇവർ അധികം പറയാൻ നിന്നില്ല. കാരണം അവർക്ക് അവിടെ പറയാൻ വോയിസ് ഇല്ല, പാരൻസ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഓളെ അപ്പോൾ ഓൾക്ക് 2 പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓള് പുറത്തേക്ക് ഇറങ്ങി ഓളെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓൾക്ക് ഓരോ പാരൻസിനും സഹകരണം നിർത്തുന്നതിന് വലിയ താല്പര്യമില്ലേനോ. അപ്പോൾ ഒരവിടുന്ന് ഹോസ്പിറ്റലിൽ മാറ്റുന്ന അപ്പോളേ പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ മാറ്റി KPM എത്തിയപ്പോഴാണ് ഇവർ അറിയണത് 3 പൊട്ടുമുണ്ട്. പിന്നെ തള്ളവിരലിൽ തലച്ചോർക്ക് പോകുന്ന ഒരു നരമ്പിന് ക്ഷതം. കേസെടുക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടായിരുന്നു. ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാണ്ട് ഞങ്ങളൊക്കെ ചെയ്യാം, എല്ലാം നോക്കാം, കേസ് കൊടുക്കരുത് പറഞ്ഞാണ്ട് ഒപ്പിടാൻ പറഞ്ഞു. പക്ഷെ ഇവരത് ഒപ്പിട്ടിട്ടില്ല. എന്നിട്ട് അതുപോലെ ടീച്ചർ ഇവർക്കുള്ള കോമ്പൻസേഷനൊക്കെ കൊടുക്കാൻ പറഞ്ഞു. കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞ് ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ, മൈനറാണല്ലോ. അപ്പോൾ ഇൻഷുറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ ടീച്ചർക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത്. ലാസ്റ്റിക്കാണ് അവരത് പറഞ്ഞത്. ഫസ്റ്റ് ഒന്നും അങ്ങനെയല്ല. ഫസ്റ്റ് അവർ പറഞ്ഞു ഫുള്ള് പൈസ കൊടുക്കാമെന്ന്. കാരണം അവർ വിചാരിച്ച് 2 പൊട്ടുള്ളൂ, അതിന് പ്ലേറ്റ് ഇടാം, ജസ്റ്റ് അത്രയ്ക്ക് ആവില്ല എന്ന് അവർ വിചാരിച്ചത്. പിന്നെ അത് KPM എത്തിയപ്പോഴാണ് അത് നരമ്പിനൊക്കെ ക്ഷതം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, കാലിന്റെ ചലനം. ഇതാണ് രജനി ഈ വിദ്യാർത്ഥിയോട് പരിപാടിയുടെ. ഞാൻ സഹകരണ ആശുപത്രിയിലൊക്കെ അത്യാവശ്യം എനിക്ക് എന്തെങ്കിലുമൊക്കെ പനിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാറ് സഹകരണ ആശുപത്രിയിലാണ്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ടീച്ചറിൻ്റെ ഒരു ബ്രദർ അവിടെ ഡോക്ടറായിട്ടുള്ളത് കൊണ്ട് ഇഞ്ചുറി കുറച്ച് കാണിക്കുക പറയുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരുമാതിരി ഭയങ്കര മോശം ഏർപ്പാടല്ലേ. നമ്മളെ നാടിൻ്റെ തന്നെ വില കളയാനും പേര് കളയാനും വേണ്ടിയിട്ടുള്ള ഇമാതിരി പരിപാടികൾ. പക്ഷേ പിന്നെ ആ ടീച്ചർ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇൻഷുറൻസ് പൈസ തിരിച്ചു ചോദിച്ചു എന്നാണ് കുട്ടികൾ പറയുന്നത്. അവർ ഡിമാൻഡ് ചെയ്തു എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ പറ്റിയത് പറ്റിപ്പോയി. അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്രിമിനൽ പരിപാടി കാണിക്കുന്നത് വളരെ മോശമാണ്. പിന്നെ MSP സ്കൂളിൽ പഠിച്ചവർക്കറിയാം, പണ്ട് മുതലേ ടീച്ചേഴ്സിൻ്റെയൊക്കെ വെഹിക്കിൾസ് ഉള്ളിലേക്ക് എടുക്കാറുണ്ട്. സൈഡിൽ അവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടിൻ്റെ ബാക്കിലായിട്ട് പാർക്ക് ചെയ്യാറുണ്ട്. ചിലതൊക്കെ +1 +2ൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ സാധാരണ സ്കൂളിലെ ടീച്ചർമാർ അകത്ത് കയറ്റാറുണ്ട് വണ്ടി. അല്ലാതെ വേറെ വണ്ടികളൊന്നും അങ്ങനെ അകത്ത് കയറ്റാറില്ല. പിന്നെ പോലീസുകാരുടെ വണ്ടി വന്നു പോകണോ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അത് ഇവരുടെ കടമയാണ്, ടീച്ചേഴ്സിൻ്റെ കടമയാണ്. അതേ ടീച്ചേഴ്സ് തന്നെ ഫ്രാക്ചർ മറച്ചു വയ്ക്കുക, സ്വന്തം ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് സ്കൂളിൽ കുട്ടി ഒരു ആപത്ത് പറ്റുമ്പോൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് കവറപ്പ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നത് അട്രോഷ്യസ് എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ ഈ കുട്ടി കോയമ്പത്തൂരിൽ നിന്ന് ഈ കുട്ടിക്ക് ഓപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്, 3 ഫ്രാക്ചറുണ്ട്, അപ്പോൾ സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ട്. സോ അത്യാവശ്യം നമുക്കറിയുന്ന കോമൺ ഗ്രൂപ്പിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് അവർക്ക്. സോ അതൊക്കെ ഇനി മാനേജ്മെൻറ്റിന് ബാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ടീച്ചറുടെ ഭാഗത്തുനിന്ന് തന്നെ എടുക്കണം. പിന്നെ എന്താണെങ്കിലും കേസും കൂട്ടുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇങ്ങനത്തെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള ടീച്ചേഴ്സൊന്നും പിന്നെ ടീച്ചേഴ്സായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് ഏത് സ്കൂളിലാണെങ്കിലും. മനസ്സിലായോ? കാരണം ഇങ്ങനെ ചെയ്ത കുറ്റം പോലും കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ ഇപ്പോൾ പ്രോപ്പർ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ടീച്ചർ പോട്ടെ, നമ്മളെ ഭാഗത്തുനിന്നൊരു അബദ്ധം പറ്റി, അബദ്ധമല്ല നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചു കിടക്കുന്ന ആളെ കൊണ്ടുപോയി പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതൊരു മനുഷ്യത്വമല്ലേ അല്ലേ? അതിനു പകരം പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയ സ്ഥലത്ത് പോലും സ്വന്തം ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അത് കവറപ്പ് ചെയ്ത്
സാരമില്ല എന്നുള്ള രീതിക്ക് വിടുന്നതൊന്നും മനുഷ്യന്മാർക്ക് പറ്റിയ പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെന്താണെന്നുണ്ടെങ്കിലും നല്ല കാര്യമാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇത് ചെയ്തതിൻ്റെ പേരിൽ MSP സ്കൂളിൽ ഇനി ഈ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും നടപടികളോ വൈരാഗ്യ നടപടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ വരുമേ, വരാതിരിക്കൊന്നുമില്ലേ, വരാനുള്ള സാധ്യതയൊക്കെയാണ്. നമ്മൾ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. എന്താണെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും കാണിക്കാതിരിക്കുക. പറ്റിപ്പോയത് പറ്റിപ്പോയി, ഒരു ജീവന് വില കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ട് അത് നോക്കണം. എന്താണെങ്കിലും ആ കുട്ടികൾ MSPയിൽ കുട്ടികൾ പൊളിച്ചു, MSPയിലാണ് പഠിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് കേട്ടോ, ഇമ്മാതിരി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടല്ല.